ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ബർന്നബാസിൻ്റെ സ്വഭാവ സവിശേഷതകളിൽ ഒന്നാണല്ലോ ബർന്നബാസ് ഒരു നല്ല മനുഷ്യൻ, നല്ലവനായ ബർന്നബാസ്. അപ്പോസ്തല പ്രവൃത്തികൾ 11:24. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്തിലും നിറഞ്ഞവനും ആയിരുന്നു. ദേവദാസൻ D.L. മോഡി ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ഇരുട്ടത്ത് ആയിരിക്കുമ്പോൾ ആരായിരിക്കുന്നുവോ അതാണ് ഒരാളുടെ സ്വഭാവം. അല്ലെങ്കിൽ ഏകാന്തതയിൽ സ്വകാര്യ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കുന്നുവോ അതാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. ബർന്നബാസ് തൻ്റെ ജീവിതം കൊണ്ട് നേടിയെടുത്ത 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ നിന്ന് കിട്ടിയ സാക്ഷ്യം, ബർന്നബാസ് നല്ല മനുഷ്യൻ. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, മരണത്തിന് ശേഷമല്ല, തൻ്റെ ജീവിതകാലത്തിൽ തന്നെ ലഭിച്ച സാക്ഷ്യം. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ഒരു ശുദ്ധൻ, ഒരു പാവം, ആർക്കും ഒരു ദോഷവും ചെയ്യാത്തവൻ എന്നെല്ലാമാണ്. എന്നാൽ വേദപുസ്തകം എന്താണ് പറയുന്നത്? ദൈവവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. നല്ലവൻ, നന്മ ചെയ്യുന്നവൻ. ദൈവം നല്ലവനാണ്. സങ്കീർത്തനം 136:1. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നന്മ ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. നല്ല ഇടയനാണ്. യോഹന്നാൻ 10:11. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. യഹോവ എല്ലാവർക്കും നല്ലവൻ. സങ്കീർത്തനം 147:9. പുതിയ നിയമത്തിൽ അനേകം നന്മകൾ ചെയ്ത വ്യക്തികളുണ്ട്. എന്നാൽ 2 പേരുടെ പേരുകൾ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ഒന്ന്, അരിമത്യക്കാരനായ ജോസഫ്. ലൂക്കോസ് 23:50. അരിമത്യ എന്നൊരു യഹൂദ്യ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസേഫ് എന്നൊരു മന്ത്രി. അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലായിരുന്നു. അരിമത്യക്കാരനായ ജോസഫ് എന്താണ് ചെയ്തത്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതിൽ ഏറ്റവും വലിയ നല്ല പ്രവൃത്തി. പീലാത്തോസിനോട് ധൈര്യത്തോടെ യേശുവിൻ്റെ ശരീരം ചോദിച്ചു വാങ്ങി ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ച് അടക്കം ചെയ്തു. നല്ലവൻ, നന്മ ചെയ്യുന്നവൻ എന്ന പേരിന് യോഗ്യനായി. 2, കുപ്രദ്വീപുകാരനായ ജോസഫ്. അപ്പോസ്തല പ്രവൃത്തി 4:36, 11:24. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും നിറഞ്ഞവനും ആയിരുന്നു. ദൈവം തന്ന അനുഗ്രഹങ്ങൾ സഹവിശ്വാസികൾക്ക് പങ്കുവച്ചു. ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുന്ന ബർന്നബാസ് മഹാമനസ്കതയുള്ളവൻ, ഔദാര്യമുള്ളവൻ. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്നു പറഞ്ഞു. മർക്കോസ് 12:29. ബൈബിളിലെ മുഴുവൻ വിഷയങ്ങളും അടങ്ങിയിരിക്കുന്ന 2 കൽപ്പനകൾ. ദൈവം തൻ്റെ ഏകജാതനായ മകനെ നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാരത്തിനായി ഈ ലോകത്തിലേക്ക് അയച്ചു. നിത്യജീവൻ്റെ അവകാശികളാക്കി തീർത്തു നമ്മെ. നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ
ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുക എന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന അനുസരിക്കുകയും പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നമുക്കും നല്ല സഹോദരി എന്ന പദവി ലഭിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യൻ്റെ ആഗ്രഹം മറ്റുള്ളവർ തങ്ങളുടെ ആത്മീയ വരങ്ങൾ വർദ്ധിപ്പിക്കണം എന്നതായിരിക്കും. ഇവിടെ ബർന്നബാസ് എന്താണ് ചെയ്തത്? അന്ത്യോക്യയിലെ വേലയ്ക്ക് ഒരു സഹായി ആവശ്യമെന്ന് വന്നപ്പോൾ യെരുശലേമിലെ സഭയിലേക്കല്ല പോയത്. യുവ സഹോദരനായ ശൗലിനെ അന്വേഷിച്ച് തർസോസിലേക്ക് പോയി കൂട്ടിക്കൊണ്ടുവന്നു. ശൗലിൻ്റെ ആത്മീയ വരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ അവസരം കൊടുത്തു. മറ്റുള്ളവർ തള്ളിക്കളഞ്ഞവനെ പ്രയോജനമുള്ള പാത്രമാക്കി മാറ്റി. ബർന്നബാസ് തനിക്ക് പേരും പെരുമയും ആഗ്രഹിച്ചില്ല. ദൈവനാമം മഹത്വപ്പെടണം. യുവജനങ്ങളെ, പുതിയതായി വന്ന വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ വരങ്ങൾ വർദ്ധിപ്പിച്ച് ദൈവം വേല അഭിവൃദ്ധിപ്പെടണം. അനേകം പേരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരണം. അതായിരുന്നു ബർന്നബാസ് എന്ന നല്ല മനുഷ്യൻ്റെ ഉദ്ദേശം. ദൈവം തൻ്റെ ആഗ്രഹത്തെ മാനിച്ചു. യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും അനേകം പേർ കർത്താവിൽ വിശ്വസിച്ചു. ദൈവകൃപ കണ്ട് സന്തോഷിക്കുവാൻ ഇടയായി. ഈ അല്പകാല ജീവിതയാത്രയിൽ ലൂക്കോസ് 19-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഉപമയിൽ 10 റാത്തൽ സമ്പാദിച്ച മനുഷ്യന് ലഭിച്ച ആ സാക്ഷ്യം നമുക്കും ലഭിക്കുവാൻ ഇടയാകട്ടെ. നല്ല ദാസിയെ, അത്യല്പത്തിൽ വിശ്വസ്തയായ ദാസിയെ എന്ന സാക്ഷ്യം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.